ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമിസ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് മൈനർ 2-ലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഈ മൊഡ്യൂളിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതിലൊന്നാമത്തെയാണ് ഹ്യൂമൻ റൈറ്റ്സ്, അതിൻ്റെ മീനിങ്, എവല്യൂഷൻ, ഇമ്പോർട്ടൻസ്. ഇതിൽ മെയിനായിട്ട് വരുന്ന എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അതിൻ്റെ എവല്യൂഷൻ. പിന്നെ നാച്ചുറൽ റൈറ്റ്സ് ഉണ്ട്, പക്ഷേ അത് സിലബസിൽ ഇപ്പം ഇല്ല, സോ നമുക്കത് പഠിക്കേണ്ട. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അത് സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ. സോ ഈ ഒരു മൊഡ്യൂള് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയൊരു മൊഡ്യൂളാണ്, അധികം പഠിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്റർ മൊഡ്യൂളിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചോദിച്ചാലും എഴുതേണ്ട ഒരു കാര്യമാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാൽ എന്താണ്. According to United Nations, human rights are defined as rights inherent to all human beings, regardless of nationality, place of residence, sex, national or ethnic origin, color, religion, language, or any other status. Everyone is equally entitled to human rights without discrimination. ഈ ഒരു സാധനം നമ്മൾ ഇപ്പോൾ എവല്യൂഷൻ എഴുതാണെങ്കിലും സിഗ്നിഫിക്കൻസ് എഴുതാണെങ്കിലും അതിൻ്റെ മുമ്പിൽ ഈ ഒരു 3 വരി നമ്മൾ എഴുതിയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ, എന്നാലേ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജനിക്കുന്ന ഓരോ വ്യക്തിക്കും ജനനം മുതൽ ലഭിക്കുന്ന അടിസ്ഥാന അവകാശങ്ങളെയാണ് മനുഷ്യ അവകാശങ്ങൾ അഥവാ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ജാതി, മതം, ലിംഗം, ഭാഷ, ദേശീയത എന്നിവ നോക്കാതെ എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന അവകാശങ്ങളാണിവ. മനുഷ്യൻ്റെ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവ സംരക്ഷിക്കുകയാണ് മനുഷ്യാവകാശങ്ങളുടെ ലക്ഷ്യം. അപ്പം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നോക്കാം. എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ട സാധനം നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡെഫിനിഷനാണ്. അതിനുശേഷം അതിൽ ഫസ്റ്റ് വണ്ണാണ് മാഗ്ന കാർത്ത. ദ മാഗ്ന കാർത്ത വാസ് സൈൻഡ് ബൈ കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് ഇൻ 1250. 1215 ഇംഗ്ലണ്ടിലെ രാജാവായ കിങ് ജോൺ മാഗ്ന കാർത്ത ആണ് രേഖയിൽ ഒപ്പുവെച്ചത്. It limited the powers of the king and established the principle that everyone, including the ruler, is subjected to the law. ഈ രേഖ രാജാവിൻ്റെ അധികാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. രാജാവ് ഉൾപ്പെടെ എല്ലാവരും നിയമത്തിന് കീഴിലാണെന്ന ആശയം സ്ഥാപിച്ചു. ഇറ്റ് പ്രൊട്ടക്റ്റഡ് ബേസിക് റൈറ്റ്സ് സച്ച് ആസ് ഫെയർ ട്രയൽ ആൻഡ് ജസ്റ്റിസ്. ന്യായമായ വിചാരണയും നീതിയും പോലുള്ള അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിച്ചു. ഇറ്റ് ബിക്കം എ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്. ആധുനിക മനുഷ്യ അവകാശങ്ങൾക്കും ഭരണഘടനാ ഭരണത്തിനും ഇത് അടിസ്ഥാനമായി. രണ്ടാമതാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. Social contract theory explains that people create governments to protect their natural rights. ജനങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ രൂപീകരിക്കപ്പെടുന്നതെന്ന് സാമൂഹ്യ കരാർ സിദ്ധാന്തം പറയുന്നു. ജോൺ ലോക്ക് believed that everyone has the natural rights to life, liberty and property. ജോൺ ലോക്കിൻ്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിക്കും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത് എന്നിവയിലുള്ള സ്വാഭാവിക അവകാശമുണ്ട്. The theory influenced democracy, equality and the rule of law. ജനാധിപത്യം, സമത്വം, നിയമവാഴ്ച എന്നിവയുടെ വളർച്ചയിൽ ഈ സിദ്ധാന്തം വലിയ സ്വാധീനം ചെലുത്തി. അടുത്തതാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. ഇത് ഇതാക്കിയിട്ടുള്ളത് 1689 ദ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റ് പാസ്ഡ് ബൈ ദ ഇംഗ്ലീഷ് പാർലമെൻറ്റ് ഇൻ 1689. 1689 ഇംഗ്ലീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനാപരമായ രേഖയാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. It limited the powers of monarchy. രാജാവിൻ്റെ അധികാരങ്ങൾ നിയന്ത്രിച്ചു. It protect the rights of parliament and citizens. പാർലമെൻറ്റിൻ്റെയും ജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചു. It became an important foundation for modern democracy and human rights. ആധുനിക ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പ്രധാന അടിത്തറയായി ഇത് മാറി. American Declaration of Independence 1776. The declaration was adopted on July 4, 1776. 1776 ജൂലൈ 4 ഈ പ്രഖ്യാപനം അംഗീകരിച്ചത്. ഇറ്റ് ഡിക്ലെയർഡ് ദാറ്റ് ദ അമേരിക്കൻ കോളനീസ് വർ ഇൻഡിപെൻഡൻറ്റ് ഫ്രം ബ്രിട്ടൻ. അമേരിക്കൻ കോളനികൾ ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമാണെന്ന് പ്രഖ്യാപിച്ചു. തോമസ് ജെഫർസൺ ഡ്രാഫ്റ്റ് ഇറ്റ്. തോമസ് ജെഫർസൺ ആണ് പ്രധാനമായും ഇത് തയ്യാറാക്കിയത്. ഓൾ പീപ്പിൾ ആർ ക്രിയേറ്റഡ് ഈക്വൽ ആൻഡ് ഹാവ് റൈറ്റ്സ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. എല്ലാ മനുഷ്യരും തുല്യരായി ജനിക്കുന്നു. ജീവൻ, സ്വാതന്ത്ര്യം, സന്തോഷം നേടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് ഇത് പ്രഖ്യാപിച്ചത്. അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് 1791. It consists of first 10 amendments to the US Constitution. അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യ 10 ഭേദഗതികളാണ് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്. ഇറ്റ് ഗ്യാരണ്ടീസ് ഫ്രീഡം ഓഫ് സ്പീച്ച്, റിലീജിയൻ, പ്രസ് ആൻഡ് അസംബ്ലി. സംസാര സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും സമ്മേളന സ്വാതന്ത്ര്യവും എന്നിവ ഉറപ്പു നൽകുന്നു. ഇറ്റ് പ്രൊട്ടക്ട് സിറ്റിസൺസ് ഫ്രം ഗവൺമെൻറ് അബ്യൂസ്. സർക്കാരിൻ്റെ അധികാര ദുരുപയോഗത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നു. ആറാമത്തെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ
1789. The French Revolution began in 1789. 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത്. ഇറ്റ് പ്രൊമോട്ടഡ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സൗഹൃദം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇറ്റ് എൻഡഡ് അബ്സല്യൂട്ട് മൊണാർക്കി. സമ്പൂർണ്ണ രാജഭരണം അവസാനിപ്പിച്ചു. ഇറ്റ് ലെഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് സിറ്റിസൺസ്. മനുഷ്യൻ്റെയും പൗരൻ്റെയും അവകാശ പ്രഖ്യാപനത്തിന് ഇത് വഴിയൊരുക്കി. റഷ്യൻ റവല്യൂഷൻ 1917. ദ റഷ്യൻ റവല്യൂഷൻ ടുക്ക് പ്ലേസ് ഇൻ 1917. 1917 റഷ്യൻ വിപ്ലവം നടന്നത്. ഇറ്റ് എൻഡഡ് ദ റൂൾ ഓഫ് ദ ടെസാർ. സാറിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഇറ്റ് എസ്റ്റാബ്ലിഷ് എ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് അണ്ടർ വ്ളാദിമിർ ലെനിൻ. വ്ളാദിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് സർക്കാർ സ്ഥാപിക്കപ്പെട്ടു. ഇറ്റ് എംഫസൈസ്ഡ് വർക്കേഴ്സ് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും സാമൂഹിക സമത്വത്തിനും പ്രാധാന്യം നൽകി. The last one ആണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. The UDHR was adopted by the United Nations on 10th December 1948. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ UDHR അംഗീകരിച്ചു. ഇറ്റ് കണ്ടെയ്ൻസ് 30 ആർട്ടിക്കിൾസ്. 30 ആർട്ടിക്കിളാണ് ഉള്ളത് ഇതിൽ. ഇറ്റ് ഗ്യാരണ്ടീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഫോർ ഓൾ പീപ്പിൾ. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉറപ്പു നൽകുന്നു. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മോഡേൺ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് സിസ്റ്റം. ആധുനിക അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംവിധാനത്തിൻ്റെ അടിത്തറയാണ് UDHR. UDHRനെ കുറിച്ച് നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഇതിന് വരുന്നത് ഒരു 8 സ്റ്റെപ്സാണ്. ഫസ്റ്റ് വൺ മാഗ്ന കാർത്ത, രണ്ടാമത്തെ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ കോൺട്രാക്ട് തിയറി, മൂന്നാമത്തെ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്, 4 അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, 5 അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്, 6 ഫ്രഞ്ച് റവല്യൂഷൻ, 7 റഷ്യൻ റവല്യൂഷൻ, 8 UDHR. ഇത് 10 മാർക്കിന് എസ്സേ ടൈപ്പാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അന്ന് നമ്മൾ നോക്കിയത് ഹ്യൂമൻ റൈറ്റ്സും അതിൻ്റെ എവല്യൂഷനും മാത്രമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.